ബാപ്പ വിളിക്കുന്നു അല്ലെങ്കിൽ ഉമ്മ വിളിക്കുന്നു, നിസ്കാരം പൂർത്തീകരിക്കണോ കൈയഴിച്ച് ഉത്തരം ചെയ്യണോ? കൈയഴിച്ച് ഉത്തരം ചെയ്യണം എന്നല്ലേ? അപ്പൊ എന്താണ് ആ വിളിന്റെ ഒരു മഹത്വം? അല്ല, ആ ഒരു വിളിക്ക് ഉത്തരം ചെയ്യാത്തത് കൊണ്ട് വലിയ ഒരു പണ്ഡിതനായ വലിയ കറാമത്തിന്റെ ഉടമയായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് പോലും പരീക്ഷണം ഏറ്റു എന്നല്ലേ നമ്മൾ പഠിക്കുന്ന പാഠം? അയാൾ വലിയല്ലേ? വലിയൊക്കെ വലിയന്നെ, ബാപ്പ വാപ്പി ഉമ്മയാണ്. വലിയൊക്കെ വലിയന്നെ, വിലായത്തിനൊന്നും കുറവില്ല. കുറവുണ്ടാകും ആ ബന്ധം കുറച്ചാൽ. സുന്നത്ത് നിസ്കാരത്തിലല്ലേ യാ റബ്ബി ഉമ്മി സ്വലാത്തി, ഉമ്മ വിളിക്കുന്നു, പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ കൈയിട്ടിരിക്കുകയാണല്ലോ. 3 തവണയും ഇങ്ങനല്ലേ സംഭവിച്ചത്? 3 ദിവസത്തെ വിളിക്കും. ഉമ്മാന്റെ സങ്കടം കൊണ്ട് ഉമ്മ പറഞ്ഞു പോയൊരു വാക്കാണ്, ആ വാക്ക് അങ്ങനെ ഫലിച്ചു. യാ റബ്ബി ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മൂമിസാത്ത്. വേശ്യ വൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കാതെ എന്റെ മോനെ നീ മരിപ്പിക്കരുത് എന്ന് ഉമ്മ ദുആയിരുന്നു. അതൊരു മാനക്കേടാണ്, അപമാനാണ് ഉമ്മാന്റെ ആ ദുആ. ഉമ്മ ദുആരുന്നത് അനുകൂലമായിട്ടല്ല, പ്രതികൂലമായിട്ടാണ്. ചുറ്റും ഇങ്ങനെ വരി വരിയായി നിൽക്കുന്ന വേശ്യപ്പെണ്ണുങ്ങളെ മുഖത്ത് നോക്കിയിട്ട് വേശ്യാവൃത്തി ചെയ്ത് കുട്ടിയുണ്ടായ കുട്ടിന്റെ പള്ളക്ക് മുട്ടിയിട്ട് ചോദിക്കേണ്ടി വന്നില്ലേ, മോനെ മൻ അബൂക്ക, നിന്റെ ഉപ്പ ആരാണ്? അവിടെയും കറാമത്തല്ലേ ഉണ്ടായത്? വേശ്യാവൃത്തിയിൽ ജനിച്ച കുട്ടിക്ക് കറാമത്തുണ്ടായി എന്നല്ല, ആ കുട്ടിയിലൂടെ ജുറൈജ് റളിയല്ലാഹുവിന്റെ കറാമത്ത് പ്രകടമായി. സംസാരത്തിന് പ്രായത്താത്ത കുട്ടി പറഞ്ഞു, ലസ്ത അബീ, നിങ്ങൾ എന്റെ ഉപ്പയല്ല. എന്റെ ഉപ്പ അർറാഇ അല്ലദീ തഹ്ത ഹാദൽ ജബൽ, ഈ മലയുടെ താഴ്വരയിൽ ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനാണ് എന്റെ പിതാവ്, നിങ്ങളല്ല. ഇത് പറഞ്ഞ് ബാക്കിയുള്ള ആളുകൾക്ക് ജുറൈജ് റളിയല്ലാഹുവിന്റെ കറാമത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിലും ഉമ്മ പറഞ്ഞത് പറ്റിയോ? അത് പറ്റി. അത്ര വലിയ മഹാനായിട്ടും ഉമ്മ പറഞ്ഞ ആ വാക്ക് നടന്നോ? നടന്നു. ഈ വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കേണ്ട ഒരവസ്ഥ ഉണ്ടായില്ലേ? ഉണ്ടായി. സങ്കടം കൊണ്ട് ഉമ്മ അങ്ങനെ പറഞ്ഞ് സംഭവിച്ചില്ലേ? അതുകൊണ്ട് ആ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും വലിയ മഹത്വം ഉമ്മാന്റെ വിളിക്ക് ഉത്തരം ചെയ്യാന്നുള്ളതാണ്, ഉപ്പാന്റെ വിളിക്ക് ഉത്തരം ചെയ്യാന്നുള്ളതാണ്. എന്താണ് അതിന്റെ ഒരു പൊരുളെന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. കൈകെട്ടിയിരിക്കുന്നത് പടച്ച റബ്ബിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി കൈകെട്ടിയ നിസ്കാരത്തിൽ, സുന്നത്ത് നിസ്കാരത്തിൽ കൈയഴിച്ചുകൊണ്ട് വാപ്പക്ക് ഉമ്മക്ക് ഉത്തരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹത്വമുള്ളത് ലോകത്ത് വേറെ ആരാ? അതിനേക്കാളും വലിയ മഹത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകപ്പെട്ടത്. ഫർള് നിസ്കാരത്തിലാണെങ്കിൽ പോലും വിളിക്കുത്തരം ചെയ്യണം. നിസ്കരിക്കുന്ന അബൂ സഈദ് റളിയല്ലാഹു അൻഹു, എന്തേ ഞാൻ നിങ്ങളെ കുറെ നേരം വിളിച്ചിട്ട് വിളിക്കുത്തരം ചെയ്യാതിരുന്നത്? ഞാൻ നിസ്കാരത്തിലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഓതിക്കൊടുത്തത്. അലം തസ്മഅ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹു പറയുന്നത് കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും എപ്പോൾ വിളിച്ചാലും ഉത്തരം ചെയ്യണം. ഏത് നിസ്കാരമാണെങ്കിലും ഏത് കർമ്മമാണെങ്കിലും ഇദാ ദഅാകും, എപ്പോ വിളിച്ചാലും ആ വിളിക്ക് ഉത്തരം ചെയ്യണം. ഫർള് നിസ്കാരത്തിൽ പോലും കൈയഴിച്ച് ഉത്തരം ചെയ്യണം എന്നാണ് ബഹുമാനം, എന്നാണ് നിയമം. പക്ഷേ സുന്നത്ത് നിസ്കാരത്തിൽ കൈയഴിക്കപ്പെടേണ്ട ആളുകളായി ബാപ്പയെയും ഉമ്മയെയും പറയുമ്പോൾ എത്ര ബഹുമാനാണ് അവർക്ക്. ഉപ്പ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഉമ്മ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നാണ് പരാതിയാണത്. ഫോണിന് എടുക്കില്ല, പിന്നെ ബാക്കി ഏതെടുക്കുക? ബാപ്പയും ഉമ്മയാണോ വിളിക്കുന്നത്, പെട്ടെന്ന് എടുക്കണം, അറ്റൻഡ് ചെയ്യണം, മറുപടി പറയണം. അവരെ മനസ്സ് വിഷമിക്കാൻ പാടില്ല, ഞാൻ വിളിച്ചിട്ട് കൊടുത്തില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. തിരക്കിലൊക്കെ ഉത്തരം ചെയ്യേണ്ട ഒരു കോൾ അതാണ് പരിഗണിക്കേണ്ടത് ശരിക്കും. ഫർള് നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ആ കോള് തിരിച്ചു വിളിച്ച് ആ നിസ്കാരത്തിലായിരുന്നു എന്ന് ഉടനെ പറയണം. അവരെ മനസ്സിൽ കേടായിട്ടൊന്നും വരാൻ പാടില്ല, വിചാരിക്കാൻ പാടില്ല. ആ നിലക്ക് അവർക്ക് പ്രാർത്ഥന കൊണ്ട് ഒന്നാമത്തെ ഹക്ക് മരിച്ചു കഴിഞ്ഞാലും. രണ്ടാമതായി പറഞ്ഞു വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, എന്നും ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം. മൂന്നാമതായി പറഞ്ഞു ഇംഫാദു അഹദിഹിമാ, അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റണം, പാലിക്കണം. ബാപ്പ നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തുണ്ട്, ഇപ്പോഴും കെട്ടിക്കിടക്കണ്ടോ, ഹക്ക് പൂർത്തിയായില്ല.
ഉമ്മ പറഞ്ഞൊരു വാഗ്ദത്തുണ്ട്, അത് ഇനിയും ബാക്കിയുണ്ട്, നിറവേറ്റണം. അതിനായിരിക്കും അള്ളാഹ് ആയുസ് ഇങ്ങനെ നീട്ടിത്തരുന്നെന്ന് കരുതണം. അല്ല നമ്മളെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തുണ്ടാനാ? അവരുടെ വാഗ്ദത്തങ്ങൾ പാലിക്കണം. നാലാമതായി പറഞ്ഞു, ബാപ്പയിലൂടെ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങളെ ചേർക്കണം. ബാപ്പ വഴിക്ക് ചേർത്തിരുന്ന ബന്ധങ്ങളാണ്, ഉമ്മ വഴിക്ക് ചേർത്തിരുന്ന ബന്ധങ്ങളാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ ബാപ്പക്ക് ഡയറക്റ്റായി ബന്ധമുണ്ട്, ഉമ്മക്കും ഡയറക്റ്റായി ബന്ധമുണ്ട്, കുടുംബ ബന്ധം തന്നെ. ആ ബന്ധങ്ങളെ പുലർത്തണം. പണ്ട് കാലത്തൊക്കെ ആ ബന്ധം പുലർത്താനായിരുന്നു നാട്ടിൽ ആണ്ട് നിലനിർത്തി പോന്നിരുന്നത്. അപ്പൊ പിന്നെ ആണ്ട് സ്വപ്നമായി മാറി. ഒരാണ്ട് കഴിക്കും, രണ്ടാമത്തെ ആണ്ടാണ് വാപ്പാന്റെ എന്ന് പറയുമ്പോ കൃത്യമായിട്ട് ഈ നാട്ടിൽ എത്ര ആണ്ട് കഴിക്കുന്നത് ഉസ്താദോട് ചോദിച്ച ഉസ്താദ് പറഞ്ഞു, അപ്പൊ ചോദിക്കില്ലാന്നേ ഉള്ളൂ. കുറവാണ്. നമുക്കൊക്കെ ബന്ധം കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്റെ വാപ്പ മൂത്തായിട്ട് 12 വർഷമായി, അള്ളാഹു മഗ്ഫിറത്ത് തെറ്റി കൊടുക്കട്ടെ. 12ാമത്തെ ആണ്ട് വരും, ഇനി അടുത്ത ദുൽഖഅദാവുമ്പോ. അത് നിർത്തലാക്കാൻ കുടുംബം മക്കളാരും ഒരിക്കലും തയ്യാറല്ല. അങ്ങനെയാണ് ബാപ്പ നമ്മളെ പോറ്റിയതും വളർത്തിയതൊക്കെ. നമ്മൾ മരിക്കുന്നത് വരെ അത് തുടർന്നു കൊണ്ടുപോകണം. നമ്മക്കാവതില്ലാത്ത കാലത്ത് മക്കളും ബാക്കിയുള്ളവരൊക്കെ അത് ചെയ്യണം. അന്ന് ബാപ്പാന്റെയും ഉമ്മാന്റെയും ബന്ധുക്കളും ഒരുമിച്ച് കൂടിയിട്ട് ഒരിക്കലെങ്കിലും വർഷത്തിലൊരു ബന്ധം പുലർത്തണ്ടേ? എപ്പോഴും ആയിരുന്നു ആ ബന്ധം. സ്വഹാബത്ത് പോയി കണ്ടിരുന്നു, എന്താ നിങ്ങൾക്ക് അവിടെ? അതെ, ബാപ്പാന്റെ ഒരു ബന്ധുവാണത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം കുറവാണ്, ബഈദായ ബന്ധമാണ്. പക്ഷെ ബാപ്പയിലേക്ക് നോക്കുമ്പോ അടുത്ത ബന്ധമാണ്, ഖരീബായ ബന്ധമാണ്. നമ്മളെ ബന്ധം എങ്ങനെ ചുറ്റി നോക്കുമ്പോ കുറച്ച് ദൂരെയാണ്, ബാപ്പാനെ നോക്കുമ്പോ അടുത്ത ബന്ധമാണ്. അപ്പൊ അവിടെ പോയി ഒന്ന് ചാടിച്ചു വന്നാണ്, ബന്ധം പുലർത്തിയതാ. ആ സ്നേഹബന്ധത്തിന് എന്തൊരു വില ഉണ്ടായിരുന്നു. 2ാം കൊല്ലാകുമ്പോ എല്ലാരും പറയും, ആ ഉസ്താദിനെയും കുട്ടികളെയും വിളിച്ചിട്ട് ഒരു ചെറിയ ആണ്ട് നടത്തുകയെന്ന് പറയും. 3ാം കൊല്ലാകുമ്പോ പറയും, ഇനി എല്ലാരും കൂടി യാസീൻ ഓതിയാൽ മതി, സിയാറത്തും ചെയ്യാ, കഴിഞ്ഞു. 4ാം കൊല്ലാകുമ്പോ ബാപ്പ മരിച്ച് 4 കൊല്ലം ഇനി ആണ്ട് ചിത്രിക്ക, അതും കഴിഞ്ഞു. അങ്ങനെ ആകാൻ പാടില്ല. ബന്ധങ്ങള് അത് നിലനിർത്തന്നെ വേണം. അല്ലാ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന അല്ലല്ലേ, സദസ്സിന് വേണ്ടി കൊണ്ടുവന്നാലേ ആയിക്കോട്ടെ. 5ാമത്തെ കാര്യം ഇക്റാമു സ്വദീഖിഹിമ, ഉപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ. ചങ്ങാഴ്ചയാണ്, ഉമ്മാരെ ചങ്ങാഴ്ചയാന്ന് പറയും. പുരയിലൊക്കെ വരുമ്പോ അങ്ങനെ കാണല്ലോ ഉമ്മാരെ ചങ്ങാഴ്ച, അവരെ ബഹുമാനിക്കണം. ഇങ്ങനെ 5 ഹക്ക് ബാപ്പ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവരെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കൽ ബഹുമാനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വാഹനത്തിൽ ഇങ്ങനെ സ്പീഡിൽ മഹാനവറുകളുടെ സ്ഥലത്തേക്ക് ധൃതിപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഒരു ആറാബി ബൈക്കിന്ന് ഇങ്ങനെ കൈ കാണിച്ചു. അപ്പൊ വാഹനം നിർത്തി. കുതിരയെ കൈത് എന്തോന്നാണ് നിർത്തി. എന്തേന്ന് ചോദിച്ചപ്പോ ആറാബി പറഞ്ഞു, എന്റെ വാപ്പ നിങ്ങളെ വാപ്പാന്റെ ചങ്ങാതിയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചങ്ങാതി സുഹൃത്താണ് എന്റെ വാപ്പ. ഞാൻ സാധാരണ ആളല്ല, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം പറയാണ്, ഡയറക്റ്റ് ബന്ധമല്ല. എന്റെ വാപ്പാന്റെ കൂട്ടുകാരനാണ് നിങ്ങളെ വാപ്പാന്ന്. അങ്ങനെ. അപ്പൊ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തോളിൽ ഇങ്ങനെ പുതച്ചൊരു ഷാളുണ്ട്, ആ ഷാൾ അങ്ങ് കൊടുത്തു. ഇക്റാം, ബാപ്പാന്റെ സുഹൃത്തിന്റെ മോനായി എന്നുള്ള നിലക്ക് കൊടുത്തതാണ്. കണ്ട ആൾക്കാർ പറഞ്ഞു, ആറാബിക്കൊക്കെ 1 ദിർഹം കൊടുത്താ പോരെ, ആ തട്ടത്തിനൊക്കെ എന്തൊരു വില ഉണ്ട്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ പോരാ, അദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പാന്റെ ചങ്ങാതിയായിരുന്നു. അപ്പൊ ഉപ്പാന്റെ ചങ്ങാതിയുടെ മകൻ എന്ന് പറയുമ്പോ സാധാരണ ബഹുമാനം പോരല്ലോ, അതുകൊണ്ട് കൊടുത്താണ്. ചങ്ങാതിമാരെ ബഹുമാനിക്കണം. ഇത് ചങ്ങാതിയുടെ മകനാണ്, മകൻ ഇത്ര ബഹുമാനാണെങ്കിൽ അവർക്ക് എത്ര ബഹുമാനം കൊടുക്കണം. ഇക്റാമു സ്വദീഖിഹിമ, ബാപ്പയുടെ ഉമ്മയുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവരെ ശുശ്രൂഷിക്കുക. അവർക്കാണ് രോഗമായി എന്ന് പറയുമ്പോ ബാക്കിയുള്ളവരെ പോലെ പരിഗണിച്ചാ പോരാ. എന്താ നിങ്ങൾക്ക് അവിടെ ബാപ്പാന്റെ ഒപ്പം ഒരേ നിലക്ക് തൊഴിലെടുത്ത ആളാണ്, ഒരുമിച്ചായിരുന്നു ഒരുപാട് കാലം വർക്ക് ചെയ്തത്, ഗൾഫിലും ഇവിടൊക്കെ. അപ്പൊ ഭയങ്കര ബന്ധാണ്, അതുകൊണ്ട് കാണാൻ പോയതാണ്. അതൊരു ബഹുമാനം. അത് മരിച്ചു കിടക്കുന്ന ബാപ്പയും ഉമ്മയും അവര് ഖബറിലെത്തിയിട്ട് ശ്രദ്ധിക്കുന്നത് മക്കളാകുന്ന നമ്മൾ ഈ ഹക്കൊക്കെ വീട്ടുന്നുണ്ടോ ഇല്ലേ എന്നാണ്. വബിൽ വാലിദൈനി ഇഹ്സാനൻ എന്ന് പറയുന്ന ആ വിഷയം, മാതാപിതാക്കളോടുള്ള ബന്ധം നല്ല നിലക്ക് നിലനിർത്തണം എന്ന് പറയുന്നതിന്റെ ഭാഗമായി ഇത് അവർക്കൊരു ബുദ്ധിമുട്ടാവും അല്ലേ?
കുറച്ചാ മതി, ഒന്ന് കുറച്ചാ മതി. അവരങ്ങനെ തിരിച്ചു ഉത്തരക്കുണ്ട്, അതൊരു ബുദ്ധിമുട്ടല്ലേ, കുറച്ചൊന്ന് ചോദിക്കാൻ മതി. അപ്പോ ഈ 5 ഹക്കുകൾ പാലിച്ചുകൊണ്ട് അവരോടുള്ള കടപ്പാടുകൾ നിറവേറ്റണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ബാപ്പ